അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമൻ കസീറ. സൂറത്തു ഫാത്തിഹ പാരായണം ചെയ്തുകൊണ്ട് ആരംഭിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഓക്കെ അൽഹംദുലില്ലാ. له الملك وله الحمد لام فتح لا حاء ضمه له همزة وصل تسقط وصل نبدأ بآء همزة وصل تسقط وصل نبدأ വസ്ലിൻ തസ്കുതു വസ്ലൻ നബ്ദഉ ബിഹാ. എന്താണത്? نبدأ بآء മീം അതിന്റെ മുമ്പ് വേറൊരു സാധനം കൂടി ഇല്ലേ? ലാമില്ലേ? സോറി. همزة وصل تسقط وصلا نبدأ بآء لام سكون ميم ضمام المو لام سكون مل المل. തെറ്റിയല്ലോ. അവിടെ എന്താണ് വരിക? അൽ മുൽക്കു എന്നുള്ളിടത്ത് എന്താണ്? ലാം സുക്കൂനാണോ? ലാം എന്താണ് അവിടെ? ലാം സാക്കിന. ലാമിനൊരു പേരുണ്ട്. ആ അൽ എന്നുള്ള ലാമിന് എന്താ പറയാ? താരിഫിൽ ഇത് ഏതാണ്? ലാമു താരിഫ് എത്ര ഉണ്ട്? ലാം ഷംസിയ. ഇത് ഷംസിയാണോ? അറിയാത്തത്? പറ്റില്ല. ഓക്കെ. له الملك وفتحها ولم فتحها لا ولا هاء ضمه وله همزة وصل تسقط وصلا نبدأ بآء لام سكون الحاء فتحها لام قمرية. لام قمرية مظهرة المظهرة الحم هم حاء فتحها الحاء ميم سكون الحم دال ضمادو الحمد. മീം സുക്കൂനിന് അവിടെ ഒരു നിയമം പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ കുറെ നിയമങ്ങൾ നമ്മൾ പഠിച്ച കുറെ നിയമങ്ങൾ ഉണ്ട് അതിൽ. മീം സാക്കിന മുൽഹറ കബലൽ ദാലിൽ മദ്മൂമ. മീം സാക്കിന മുൽഹറ മറന്നുപോയോ? ഒക്കെ മറക്കാണല്ലേ? ഓക്കെ ശുക്രൻ ജസാക്കല്ലാഹ്. هو الذي خلقكم ضمه وفتحه وهو همزة وصل تسقط وصلا نبدأ بها لام شمسية مدغمة في اللام المفتوحة ذا الكسرى يا مد طبعي حركتان الذي هو الذي خافت مفخمة خا لام فتحة لا خلا قافت مفخمة قا خلق كاف ضمكو قم خلقكم ميم ساكن ميم سكون قم خلقكم هو الذي خلقكم. ഒരെണ്ണം കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ഇതെങ്ങനെയായിരിക്കും തഹജ് ചെയ്യുക? ഇത് ചെയ്യുമ്പോൾ പിന്നെ എന്താ പറയാ,
ഇസ്മുൽ ജലാലാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, പക്ഷെ അവിടെ എങ്ങനെ പറയണം എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ഞാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലിയർ ആക്കി തരാം. അവിടെ നമ്മൾ ഈ അള്ളാഹു എന്ന് വരുന്ന സ്ഥലത്ത് നമ്മൾ പിന്നെ ഹംസത്തു വസ്ലും ഒന്നും പറയണ്ട. അത് ഇസ്മുൽ ജലാല അത്ര മാത്രം പറഞ്ഞാൽ മതി. ഇത് എല്ലാവരും മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇസ്മുൽ വ ഫത്ഹ വ ഇസ്മുൽ ജലാല വല്ലാഹു, അല്ലെങ്കിൽ വ ഇല്ലെങ്കിൽ അള്ളാഹു. വ ഫത്ഹ വ ഇസ്മുൽ ജലാല വല്ലാഹു, അത്ര മാത്രം പറഞ്ഞാൽ മതി. ഇസ്മുൽ ജലാല അല്ലാഹു വല്ലാഹു അള്ളാഹു എന്നുള്ളത് മൊത്തത്തിൽ അതിൽ വരുന്നതാണ്. ഇപ്പോൾ സ്പെഷ്യൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. അത് ഒന്നായിട്ട് ഒരു ഇസ്മുൽ ജലാലയിൽ പെട്ടാണല്ലോ. മീം ഫത്ഹ അലിഫ് മദ് തബൈ ഹർകതാൻ ബിമാ താ ഫത്ഹ താ ഐൻ സുകൂൻ താ മീം ഫത്ഹ മാ താ മാ لام ضمة واو مد طبيعي حركتان لو نون ساكنة عند الوقف تعلمون تعملون والله بما تعملون. അവസാനം നമ്മൾ ഒരു മദ് പഠിക്കാനുണ്ട്. അത് ഞാനിപ്പം പറയില്ല. നമ്മൾ അവസാനത്തേക്ക് പഠിക്കാനുള്ളതാണ്. ആര്യമായിട്ടുള്ള മദ്ദാണ്. ഓക്കെ. خلق السماوات والأرض. ഇത് മുഴുവനായിട്ട് കണക്ട് ചെയ്യണോ? ഖ ഫത്ഹ മുഫഖമ ഖ, ലാം ഫത്ഹ ലാ ഖല, ഖ ഫത്ഹ മുഫഖമ ഖ ഖലഖ. ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദു ബിഹാ ആ, ലാം ശംസിയ മുദ്ഗമ ഫി സീനിൽ മഫ്തൂഹ അസ്സ, മീം ഫത്ഹ അലിഫ് മദ് തബീ ഹർകതാൻ മാ അസ്സമാ, വാവ് ഫത്ഹ അലിഫ് മദ് തബീ ഹർകതാൻ വാ അസ്സമാവാ, ത കസ്റ തി അസ്സമാവാതി. വാവ് ഫത്ഹ വാ, ഹംസത്തു വസ്ലിൻ തസ്ഖുതു വസ്ലൻ നബ്ദു ബിഹാ ആ, ലാമുൽ ഖമരിയ മുദ്ഹറ ഫിൽ ഹംസിൽ മഫ്തൂഹ. ഖമരിയക്ക് ഫിൽ ഹംസിൽ മഫ്തൂഹ ഒന്നും വേണ്ട. ലാം ഖമരിയ മുദ്ഹറ അൽ, ഇത്ര പറഞ്ഞാൽ. ഓക്കേ. ഓക്കേ. ലാമുൽ ഖമരിയ മുദ്ഹറ അൽ, ഹംസ ഫത്ഹ ആ, അൽ ആ, റാ സാകിന അർ, ദാൽ ഫത്ഹ ദാ അൽ അർ. സുക്കൂൻ എന്ന് പറഞ്ഞാൽ മതി. അൽ അർ. വാവ് ഫത്ഹ മുഫഖമ ദാ വൽ അർദ ഖലഖ അസ്സമാവാതി വൽ അർദ. ഓക്കേ. അടുത്ത ആള് റസിയ താത്ത. وصوركم فأحسن صوركم. وفتح و صاد فتح مفخمة صا، وفتح وشدة فتح و را فتح مفخمة را، كاف لما قو ميم سكون. സുക്കൂൻ എന്തെങ്കിലും നിയമമുണ്ടോ? ഞാൻ 2 ക്ലാസ് കയറാത്തോണ്ട് എനിക്ക് അറിയില്ല. പറഞ്ഞോളൂ, ബാക്കി കണ്ടിന്യൂ ചെയ്തോളൂ, ഞാൻ പറഞ്ഞുതരാം. ഫ ഫത്ഹ ഫ ഫത്ഹ ഫ ഹ സുക്കൂൻ ഹ ഫഹ, സീൻ ഫത്ഹ സ ഫഹസ, നൂൻ ഫത്ഹ ന ഫഹസന, സുവറക്കും സ്വാദ് ലമ്മ ലു അസു, വ ഫത്ഹ വ റാ മുഫഖമ റാ, കാഫ് ലമ്മ ഖു മീം സുക്കൂൻ.
സുവറക്കും മൊത്തത്തിൽ ഓതി. വസവ്വറക്കും ഫഅഹ്സന സുവറക്കും. അവിടെ മീം സുക്കൂനുള്ള മീമാണ്, ഇൽഹാറാണ്. മീം സാക്കിന മുലഹറ കബലൽ ഫഇൽ മഫ്തൂഹ കും ഫ. പിന്നെ തഹജ്ജ് ചെയ്യുന്ന സമയത്ത് വസവ്വറക്കും എന്ന് പറഞ്ഞു. പിന്നെ ഫഅഹ്സന പറഞ്ഞു, ഫഅഹ്സന ഫ പിന്നെ ഫഹ ഹ സുക്കൂൻ ഫഅഹ സിൻ ഫത്ഹ ഫഅഹ്സന പിന്നെ വസവ്വറക്കും ഫഅഹ്സന. പിന്നെ സുവറ കഫ് കു സുവറക്കു പിന്നെ മീം സുക്കൂന് സുവറക്കും പിന്നെ വസവ്വറക്കും ഫഅഹ്സന സുവറക്കും. ഇങ്ങനെയാണ് തഹജ്ജി പറയേണ്ടത്. അത് ഒന്ന് പറഞ്ഞു അടുത്ത പറഞ്ഞു ചേർത്ത് അടുത്ത പറഞ്ഞു ചേർത്ത് അത് മൊത്തം ഓതി അടുത്തത് ചേർത്ത് അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഫദാഖൂ വബാല അംരിഹിം ഫഫത്ഹ ഫദാൽ ഫത്ഹ അലിഫ് മത്തൊബൈ ഹർക്കത്താൻ ഫദ ഖാഫ് ضم ومتبعي حركتان ألف صفر مستتر لا ينطق فذاقوا وفتحة با فتحة ألف متبعي حركتان با وبا فذاقوا لام فتحة لا وبال فذاقوا وبال ഹംസ ഫത്ഹ ആ. അത് വേണമെങ്കിൽ അലിഫും കൂടി കൂട്ടി പറയാം. അലിഫ് ഹംസ ഫത്ഹ ആ. അലിഫ് ഹംസ ഫത്ഹ ആ മീം സുക്കൂൻ സാക്കിന മീം സാക്കിന ഖബ്ല മീം സാക്കിന എന്താണ്? മുൽഹറ. മീം സാക്കിന മുൽഹറ ഖബ്ല റായിൽ മക്സൂറ ഖബ്ല റായിൽ മക്സൂറ. അതിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. റായിന് എന്തോ ഒരു പ്രശ്നമില്ലേ? മുറക്കക്ക. അതും കൂടി പറയണം. അംരി അംരി ഹ കസ്ര ഹി അംരിഹി മീം സുക്കൂൻ പിന്നെ അവിടെ മുൽഹറ പറയുന്നു. ഫദാഖൂ വബാല അംരിഹിം. ഓക്കെ താഹിറത്ത ഇതൊന്ന് തഹജ്ജ് ചെയ്തോളൂ. റസൂലുഹും ബിൽ ബയ്യിനാത്ത് ലമറു സീൻ ലമസു റുസു ലാം ലമാലു റുസൂലു ഖ ലമഹു റുസൂലുഹു മീം സാക്കിന മുഖ്ഫ ഇന്ദ ബാഇൽ മക്സൂറ ബിഉന്ന ഹറക്കത്തൈൻ റസൂലുഹും ബി റുസുലുഹും എന്നാണ് റായ് ഫത്ഹ ആയി പോണ്ടോ? റുസുലുഹും ബി എന്നാണ്. റസൂലുഹും ബി تسكت وسلين نبدأ بها لام كمرية مظهرة الباء فتحة باء الباء يا سد كسرة البي نون فتحة ألف مبدأ به حركتان لا البينا تا كسرة تي البينات رسولهم بالبينات. അൽഹംദുലില്ലാ ബാറകല്ലാഹു ഫീ. ثم لتنبؤن بما عملتم فاء ضمة فو ميم حرف خنة مسددة بالفتحة ثم لام فتحة لا تا ضمة لا تو نون فتحة نا لا تنا باء شدة فتحة لا تنبأ واو همزة لما لا تنبأ نون حرفهن مشددة بالفتحة. പിന്നെ അവിടെ നമ്മൾ വാവ് ഹംസ ലൊമ്മ പറയണ്ട. അവിടെ അലിഫ് വരുമ്പോൾ മാത്രം ഹംസ പറഞ്ഞാൽ മതി. അല്ല അലിഫ് പറഞ്ഞാൽ മതി. വാവൊക്കെ വരുമ്പോൾ ഹംസ ലൊമ്മാവു പറഞ്ഞാൽ മതി. പിന്നെ ല എന്നുള്ളത് മാറ്റി വെച്ചിട്ട് തുനബ്ബ ഉന്ന കംപ്ലീറ്റ് ആയതിനു ശേഷം ലാമിനെ ചേർത്താൽ മതി. ഓക്കെ. ലതുനബ്ബഉന്ന ثم لتنبؤن
Bima. Ba fatah. Ba kasra bi. Mim fatah. Alif mad tabi'i harakatan. Bima. Latunabba'unna bima. Ain fatah a. Mim kasra mi. Ali ami. Lam sukun. Mil. Amil. Ta'ulamatu. Amiltu. Mim sakina. മീം സുക്കൂന് പറഞ്ഞാൽ മതി. Indal waqtu. അവിടെ ഇന്ദൽ Alimtu. വഖഫ് പറയേണ്ട, കാരണം ഓൾറെഡി സുക്കൂനാണല്ലോ. Thumma latunabba'unna bima amiltum. കമർത്ത. فآمنوا بالله فآمنوا بالله فتح همزة فتح ألف مد طبيعي. بدل متبي حركتان ميم كسرة مي آمي نون ضمة واو مد طبيعي حركتان ألف صفر مستدير لا ينطق نو آمينو باء كسرة بي അല്ല, അവിടെ അതൊന്നും പറയണ്ട. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇസ്മുൽ ജലാല വരുന്ന സമയത്ത് നമ്മൾ ആ ഹംസത്ത് വസ്ൽ ഒന്നും പറയണ്ട. ജസ്റ്റ് ഇസ്മുൽ ജലാല ഇവിടെ കെസ്രയാണ്. അപ്പോൾ ഇസ്മുൽ ജലാലത്തില്ലാഹി ബില്ലാഹി, ഇസ്മുൽ ജലാലത്തില്ലാഹി ബിസ്മില്ലാഹി. അത് കെസ്ര അല്ലാത്തതാണെങ്കിൽ അള്ളാഹു ആണെങ്കിൽ ഇസ്മുൽ ജലാല അള്ളാഹു അള്ളാഹ എന്നൊക്കെ പറയും. ഇവിടെ കെസ്ര ആയതുകൊണ്ട് ബില്ലാഹി, അതിൽ ഇല്ലാഹി എന്ന് വരുന്നത് കൊണ്ട് ഇസ്മുൽ ജലാലത്തില്ലാഹി ബില്ലാഹി. ഓക്കെ. فآمنوا بالله الله بما تعملون. തഅമലൂന മതിട്ടോ, തഅമലൂൻ വേണ്ട, നമ്മൾ പഠിപ്പിച്ചില്ല. തഅമലൂന. അല്ല, അള്ളാഹു പറയുമ്പോൾ ഇസ്മുൽ ജലാല അള്ളാഹു കെസ്ര, അതിൽ ബിസ്മില്ലാഹി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ലില്ലാഹി വരുമ്പോൾ സമയത്ത് ഇസ്മുൽ ജലാലത്തില്ലാഹി വരുന്നത്. ഇവിടെ അള്ളാഹു എന്ന് മാത്രം മതി. ഇസ്മുൽ ജലാല അള്ളാഹു വല്ലാഹു. ഓക്കെ. വല്ലാഹു ബാ കസ്ര ബി മീം ഫത്ഹ അലിഫ് മദ് തബഈ ഹർകതാൻ മാ ബിമാ ദാ ഫത്ഹത ഐൻ സുകൂൻ താ മീം ഫത്ഹ മാ തഅമ lam lamma waw mad tabi'i harkatan lu ta'malu nun fathana ta'maluna wallahu bima ta'maluna. Okay. Yawma yajma'ukum liyawmi. Ya fatha ya wa sukun yaw mim fatha ma yawma ya fatha ya jim sukun ജീം സാക്കിന മുക്കൽക്കല. ജീം സാക്കിന മുക്കൽക്കല യജ് മീം ഫത്ഹ മ യജ്മ ഐൻ ലമ്മ ഉ യജ്മഉ കാഫ് ലമ്മ കു യജ്മഉകും മീം സുക്കൂൻ അവിടെ മീം സാക്കിന മുൽഹറ എന്തുകൊണ്ട് അത് ഇൽഹാർ സംഭവിച്ചു? ലാമിൽ മക്സൂറ, ലാമു വന്നതുകൊണ്ടാണ് ഇൽഹാർ സംഭവിച്ചത്. ലാം, അതായത് അങ്ങനത്തെ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുതരാം. മീം സാക്കിന മുൽഹറ ഖബ്ല ലാമിൽ മക്സൂറ കും ലി പിന്നെ യാ ഫത്ഹ യാ വാവ് സുക്കൂൻ, അങ്ങനെ പോയാൽ മതി. മീം സാക്കിന മുൽഹറ ഖബ്ലൽ. ഞാൻ ആ ക്ലാസ്സിൽ ഞാൻ ഒരാഴ്ച രണ്ടാഴ്ച അറിയുന്ന പറഞ്ഞാൽ മതി. അതവിടെ നോട്ടെ, കുഴപ്പമില്ല. ബാക്കി പറഞ്ഞാൽ മതി. ഓക്കെ. യാ ഫത്ഹ യാ വാവ് സുക്കൂൻ യൗ മീം കസ്ര മി ലിയൗമി യൗമ യജ്മഉകും ലിയൗം. വെരി ഗുഡ്. യൗമി.
ذلك يوم التغابن ذا അലിഫ് മദ് തബയി ഹർക്കത്താൻ അത് ഒന്നായിട്ട് പറയണോ? ദാൽ ഫത്ഹ അലിഫ് മദ് തൊബഈ ഹർക്കത്താൻ ലാം കസ്റ ലി ദാലി കാഫ് ഫത്ഹ ക ദാലിക യാ ഫത്ഹ യാ വാവ് സുക്കൂൻ യൗ മീം ബളമ്മ യൗമു ذلك يوم അലിഫ് മദ് തബഈ അല്ല همزة وصل تسقط وصلا نبدأ بها شمسية لام شمسية في الطاء مدغمة في التاء المفتوحة مدغمة في الطاء التاء فتحة في التاء المفتوحة എന്ന് മാത്രം മതി. പിന്നെ അവിടെ ശബ്ദം ഒന്നും പറയണ്ട. مفتوحة التاء غين فتحة مفخمة ألف مد طبيعي അലിഫ് മദ്ദും മുഫഖമയാണ്. അലിഫ് മദ്ദും മുഫഖമയാണെന്ന് പറയാം. മുഫഖമ അത്തഗാ ബാഗ്ലമബു അത്തഗാബു നൂൻ കസ്റ നി അത്തഗാബുനി ذلك يوم التغابن. Okay, very good. خالدين فيها أبدا. خا فتحة مفخمة ألف مد مفخمة خا لام كسر مد طبيعي حركتان خا فتحة مفخمة ألف مد مفخمة مد طبيعي حركتان خا لام كسرة لي دال كسرة دي يا مد طبيعي حركتان خالدي ഒന്നായിട്ട് പറയണേ. ദാൽ കസ്റ യാ മദ് തൊബഈ ഹർക്കത്താൻ ദി ഖാലിദി. ഓക്കേ. നൂൻ ഫത്ഹാന ഖാലിദീന ഫാ കസ്റ ഫി യാ മദ് തൊബഈ ഹർക്കത്താൻ ഹാ ഫത്ഹ അലിഫ് മദ് മുൻഫസിൽ ജായിസ് ഇസ്നാൻ ഔ ജായിസ് ഇസ്നാൻ ഔ അർബ حركات ألف أو 5 حركات أو همزة حركات ألف 5 فتحة 5 فتحة فيها بال فتحة ب أب دال مد يبال دال فتحة دال فتحة مد عوض ألف مد عوض حركتان عند الوقف. ألف مد عوض حركتان عند الوقف. عند الوقف. സംശയം കൂട്ടി എഴുതിക്കോളൂ. خالدين فيها أبدا. Okay, very good. ذلك الفوز العظيم. ذا الفتح ألف مد طبيعي حركتان ذا لام كسر لي ذالي كاف فتح كذلك همزة وصل تسقط وصلا نبدأ بها لام قمرية مظهرة الفا فتح فالفا واو سكون فا الفا زا لما زايد مزو ظلمز الفوز ذلك الفوز همزة وصل تسقط وصلا نبدأ بها لام قمرية مظهرة العين فتح لا كسرة يا مد طبيعي حركتان لي العظي ميم ومام العظيم ذلك الفوز العظيم. Very good. Alhamdulillah. Barakallah fi. أموالكم وأولادكم ألف همزة فتحة ميم ساكنة ميم ساكنة مرضوية ساكنة مظهرة قبل الواو المفتوحة ألف مد طبيعي حركتان أموا لام لمالو أموالو
كاف لمكو أموالكم ميم سكون ميم ساكنة مظهرة قبل الواو واو مفتوحة أموالكم واو فتحة ألف همزة فتحة واو ساكنة مظهرة قبل വാവ് സാക്കിന മുൽഹറ ആരാ പറഞ്ഞത്? വാവ് സുക്കൂൻ ഔ واو سكون أو لام فتحة ألف مد طبيعي حركة لا أولى دال لمد أولاد كاف لمكو أولادكو ميم سكون كم أولادكم أموالكم وأولادكم. അവിടെ കൂടിയെന്നൊരു സംശയം. അംവാലുക്കും വകും ക്ലിയർ ആയിട്ടില്ല. മീം അഫ്സത്താത്ത മൈക്കോണാണ് കേട്ടോ. അംവാലുക്കും 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 വ ഔലാദുക്കും ക്ലിയർ ആയിട്ട് ചുണ്ട് പൂട്ടണം. ഓക്കെ, വെരി ഗുഡ്. ലക്കും വയഗ്ഫിർ ലക്കും ലം ഫതല കാഫ് ലമകു ലക്കു മീം സാക്കിന മുൽഹറ ഖബ്ല വാവിൽ മഫ്തൂഹ ലക്കും വ യാ ഫതയ ഐൻ സുകൂൻ യാ വയ ഫ കസ്റ ഫി വയഗ്ഫി വാ അവിടെ വെച്ചേക്ക്. യഗ്ഫിർ പറഞ്ഞതിന് ശേഷം വാ പറഞ്ഞാൽ മതി. വാ വേറെ തന്നെ ആൻഡ് അല്ലേ. ഫ കസ്റ ഫി യഗ്ഫിർ റാ സുകൂൻ യഗ്ഫിർ ലക്കും വയഗ്ഫിർ ലം ഫതല കാഫ് ലമകു മീം സുകൂൻ കും ലക്കും വയഗ്ഫിർ ലക്കും. ഓക്കെ, ഇവിടെ യഗ്ഫിർ എന്ന് പറയുമ്പോൾ അത് തർക്കീക്കാണ് കേട്ടോ. ഫിന് കെസ്റ വന്നത് കൊണ്ട് റാ സാക്കിന മുറക്കക്ക വരാണ് വരിക. അത് അവിടേക്ക് എത്തിയിട്ടില്ല. നമ്മൾ അന്ന് ചെറുങ്ങനെ ഒന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, കൂടുതലായിട്ട് പറഞ്ഞിട്ടില്ല. فطلقوهن لعدتهن فتحة فتحة مفخمة فط لام شدة كسرة طلي فطلي قاف അവിടെ നോട്ടെ. طلي قاف ضمة ومد طبيعي حركتان قو طلقوا ها ضمه طلقوه نون حرف غنة مشددة بالفتحة هن طلقوهن فطلقوهن لام كسرة لي عين كسرة عي لي عي دال شدة فتحة عدة عدة تاء كسرتي عدتي ها كسرة هي عدته نون حرف غنة مشددة بالفتحة هن لعدتهن فطلقوهن لعدتهن. Okay, very good. وتلك حدود الله وفتحة وتا كسرتي وتي لام വാ അവിടെ കട്ടെ. വാ അവിടെ നിന്നോട്ടെ. തി ലം സുകൂൻ لام سكون تل كا فتحة كا تلك وتلك خا لمه دال لما واو طبي حركتان واو مد طبيعي حركتان دو حدو دال لما دو حدود اسم الجلالة وتلك حدود الله حدود الله. اوكي. فقد ظلم نفسه اوكي. فتحة
قاف فتحة مفخمة فقا دال ساكنة مقلقلة فقد لا فتحة لا لام فتحة لا ميم فتحة ما ظلما فقد ظلما نون فتحة قاف سكون سين فتحة سا نفسا حلما واو مد سلا سورة حركتان هو نفسه فقد ظلم نفسه. റസീന താത്തനോട് ഒരു സംശയം ചോദിക്കാണ്. പിന്നെ എന്താ പറയാ, ഹാവമ്മ വാമത് ശേഷം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ അതെന്ത് സംഭവിക്കും? അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഇതെന്തായിട്ട് മാറും? അല്ല, പറഞ്ഞിട്ടില്ല. ഈ പിന്നെ ഇത് അവിടെ വഖഫ് ചെയ്യാൻ ഹാസാക്കിനായിട്ട് മാറും എന്ന് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടല്ലോ. ഹാസാക്കിന ഐന്ദൽ വഖഫായിട്ട് മാറും. അങ്ങോട്ട് കണ്ടിന്യൂവേഷൻ ഇല്ലാത്തത് കൊണ്ട്. കണ്ടിന്യൂവേഷൻ ഉണ്ടെങ്കിൽ ഹാലൊമ്മ സിലാസുഗ്ര ഹർക്കത്തെ എന്നിട്ട് മുന്നോട്ട് പോകും. ഇവിടെ അവിടെ മുറിയായതുകൊണ്ട് ഹാസാക്കിന ഐന്ദൽ വഖഫ്. ഓക്കെ. നൂനു സാക്കിന വ തൻവീൻ. നൂനു സാക്കിന വ തൻവീൻ. ആരോ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. മൈക്ക് ഓഫ് ആക്കിയാൽ ഉപകാരമായിരുന്നു. നൂനു സാക്കിന വ തൻവീൻ. നൂനു സാക്കിന വ തൻവീൻ. നൂൻ സാക്കിന സുക്കൂനുള്ള നൂൻ അല്ലേ? നൂനു സാക്കിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹർക്കത്തില്ലാത്ത നൂന് എന്നാണ് എന്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നൂനു സാക്കിന എന്ന് പറഞ്ഞാൽ ഹർക്കത്തില്ലാത്ത നൂന്. അപ്പം ഹർക്കത്ത് എന്താണ്? ഫത്ഹ, കസ്ര, ദൊമ്മ, നമ്മൾ അറിയുന്ന അതാണ് എന്ത് ഹർക്കത്തുകൾ എന്ന് പറയുന്നത്. ഈ പിന്നെ സുക്കൂനിന് എന്തല്ല, സുക്കൂനിനെ ഹർക്കത്തായിട്ട് പരിഗണിക്കുന്നില്ല. സുക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞു അല്ലേ, സുക്കൂത്തായി എന്നൊക്കെ പറയില്ലേ, റെസ്റ്റാണ്, ചലനമില്ലാത്ത അവസ്ഥ. അപ്പം അതുകൊണ്ട് സുക്കൂനിനെ എന്തായിട്ട് പരിഗണിക്കൂല? ഹർക്കത്തായിട്ട് പരിഗണിക്കൂല. അപ്പം സുക്കൂനുള്ള നൂന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർക്കത്തില്ലാത്ത നൂണാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ സുക്കൂന് ഹർക്കത്തല്ല, സുക്കൂൻ എന്നുള്ളത് ഹർക്കത്തല്ല എന്ന് മനസ്സിലാക്കാം. പിന്നെ സുക്കൂനുള്ള നൂനിനെ രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ സ്ക്രീനിൽ കാണാം. ഒന്നെന്താണ്? സുക്കൂൻ ഇട്ടതും കാണുന്നുണ്ട്, ഒന്ന് സുക്കൂൻ ഇടാത്തതും. ഇത് രണ്ടിനും പറയാം എന്താണ്? നൂനു സാക്കിന എന്ന് തന്നെ പറയാം. ഒന്നിന് മുകളിൽ സുക്കൂൻ ഉണ്ട്, ഒന്നിന് മുകളിൽ സുക്കൂനില്ല. രണ്ടും എന്താണ്? സാക്കിനായ നൂൻ തന്നെയാണ്, നൂനു സാക്കിനയാണ്. ഓക്കെ. പിന്നെ എന്താണ്? തൻവീൻ. നൂനു സാക്കിന വ തൻവീൻ. ഇത് രണ്ടിൻ്റെ നിയമം പറയുമ്പം എന്താണ് ചെയ്യുക? ഒന്നായിട്ടാണ് പറയാം. അങ്ങനെ പറയാൻ കാരണമുണ്ട്. എന്താണ്? ഇതിൻ്റെ നിയമം പറയുമ്പോൾ ഒന്നായിട്ടാണ്, ഒരു ഒറ്റ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, നൂൻ സാക്കിന വ തൻവീൻ. നൂനു സാക്കിനയും തൻവീനിൻ്റെയും ഹുക്മുകളാണ് നമ്മൾ ഇപ്പം പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്? ഒന്നായിട്ട് പറയാൻ കാരണമുണ്ട്. ഇപ്പം നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പം നിങ്ങൾ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബൻ ആദ്യം എഴുതിയത് ബ ഫത്ഹ ബ നൂൻ സാക്കിന ബൻ. നേരത്തെ അതിൻ്റെ ശേഷം എഴുതിയ എന്താണ്? ബൻ. രണ്ടും വായിക്കുക ഒന്നാണ്. ബൻ ബൻ അല്ലേ? രണ്ടും വായിക്കുക. ഇനിയിപ്പോൾ ബിൻ ആണെങ്കിലോ സെയിം തന്നെ, ബുൻ ആണെങ്കിലോ സെയിം തന്നെ. അപ്പം അതുകൊണ്ടാണ് എന്ത് ഈ നൂനു സാക്കിന തെൻവീന് എന്തായി വരുന്നത്? ഒരേ ഒപ്പരം പറയുന്നത് ഒരു ഹുക്മാണ്. കാരണം രണ്ടെണ്ണത്തിനും ഉച്ചാരണത്തിൽ ഒരുപോലെയാണ്, പക്ഷെ എഴുത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. പിന്നെ തെൻവീൻ എന്ന് പറഞ്ഞതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട നൂനു സാക്കിന തെൻവീനിൽ നൂനു സാക്കിനൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നൂനു സാക്കിന പിന്നെ എന്താ പറയുക, ഒരു പദത്തിൻ്റെ ഇടയിലും വരും അവസാനത്തിലും വരും. ഒരു വാക്ക് എടുക്കാൻ. ഇപ്പം നമ്മളിവിടെ ഒരു വാക്ക് കാണുക സ്ക്രീനിൽ നിങ്ങൾക്ക്. തും അവിടെ എന്താണ്? നൂന് ഉള്ളിലാണ് വരുന്നത്. തും തൗറൂന ഇടയില്ലേ? രണ്ടും ഉള്ളിൽ വരുന്നുണ്ട്. അതായത് ഒരു വാക്കിൻ്റെ ഇടയിൽ ആര് വരുന്നുണ്ട്? നൂൻ സാക്കിന വരുന്നുണ്ട്. ഇവിടെ നോക്കൂ, മൻ എന്നുള്ളത് ഒരു വാക്കിൻ്റെ അവസാനത്തിലാണ്, ആമന. ഇപ്പം രണ്ട് രീതിയിലും എന്ത് വരുന്നുണ്ട്? നൂനു സാക്കിന. അതായത് ഒരു വാക്കിൻ്റെ ഇടയിലും അവസാനത്തിലും നൂനു സാക്കിന വരും. പക്ഷെ തെൻവീൻ അങ്ങനല്ല. തെൻവീൻ നിങ്ങൾ നോക്കി,
ഇവിടെ അവസാനത്തിലാണ് വരുന്നത്. ഒരു ഇസ്മിൻ്റെ അവസാനത്തിൽ അറബികൾ ഉപയോഗിക്കുന്നതാണ്. 2 ഹർക്കത്ത് നൽകുകയാണ് ചെയ്യുന്നത്. എന്താണ്? ബൈതൻ, ബൈതിൻ, ബൈതുൻ, അലീമൻ, അലീമിൻ, അലീമുൻ ഒക്കെ വന്നിട്ടുള്ളത് ഒരു വാക്കിൻ്റെ അവസാനത്തിലാണ്. ഒരു വാക്കിൻ്റെ അവസാനത്തിലാണ് എന്ത് വന്നിട്ടുള്ളത്? ഈ തൻവീനുകൾ വന്നിട്ടുള്ളത്. തൻവീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർക്കത്ത് ഇരട്ടിപ്പിക്കുകയാണ്. 2 ഒരു ഫതഹൻ്റെ കൂടെ ഒരു ഫതഹയും കൂടി കൊടുത്താൽ തൻവീനായി. കസ്രൻ്റെ കൂടെ ഒരു കസ്രയും കൂടി കൊടുത്തു കഴിഞ്ഞാൽ കസ്ര തൻവീനായി. പിന്നെ ദൊമ്മ തൻവീനായി. അപ്പോൾ ഫതഹ തൻവീൻ, കസ്ര തൻവീൻ, ദൊമ്മ തൻവീൻ. അപ്പം ബൈതൻ. അപ്പോൾ അവിടെ ആ കേൾക്കുന്ന ശബ്ദം നൂനു സാക്കിനിൻ്റെ അതേ ശബ്ദം തന്നെ. ബൈതൻ, ബൈതിൻ, ബൈതുൻ ഒക്കെ നൂനു സാക്കിനിൻ്റെ ശബ്ദമാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടും എന്ത് ചെയ്യുന്നത്? ഒരേ ഇതിൽ പറയുന്നത്. നൂനു സാക്കിന വ തൻവീൻ. ഈ നൂനു സാക്കിന തൻവീനിന് എത്ര ഹുക്മുകളുണ്ട് എന്നാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. നൂനു സാക്കിന വ തൻവീനിന് 4 ഹുക്മുകളാണുള്ളത്. ഒന്നാമത്തത് ഇദ്ഹാർ, രണ്ടാമത്തത് ഇദ്ഗാം, മൂന്നാമത്തത് ഇഖ്ഫാ, 4 ഇഖ്ലാബ്. ഇങ്ങനെ 4 നിയമങ്ങളാണ് ഉള്ളത്. ഓരോ നിയമങ്ങളും നമ്മൾ അതിൻ്റെ സമയത്ത് വ്യക്തമായിട്ട് പഠിക്കും. ഓക്കെ. നൂനു സാക്കിന വ തൻവീൻ എഴുതിയെടുക്കണമെങ്കിൽ എഴുതിയെടുക്കാം. നൂനു സാക്കിന വ തൻവീൻ 4 ഹുക്മുകളാണുള്ളത്. അത് ഒന്നാമത്തത് ഇൽഹാർ. അതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. 1 ഇൽഹാർ, 2 ഇദ്ഗാം, 3 ഇഖ്ഫാ, 4 ഇഖ്ലാബ്. ഇപ്പം ഇതിൽ നമുക്ക് എന്താണ് ഇൽഹാർ, എന്താണ് ഇദ്ഗാം, എന്താണ് ഇഖ്ഫാ എന്നുള്ളത് നമുക്ക് ഏകദേശം അറിയാം. കാരണം നമ്മൾ സുക്കൂനുള്ള മീമ് പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്താണ് ഈ കാര്യങ്ങൾ അറിയാൻ പറ്റും അല്ലേ? ഇൽഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെളിവാക്കി ഉച്ചരിക്കണം. എങ്ങനെ എന്നുള്ളത് നമ്മൾ പിന്നീട് നോക്കാം. ഇൽഹാർ എന്ന് പറയുന്നത് വെളിവാക്കിയിട്ട് ഉച്ചരിച്ച് വെളിവാക്കിക്കൊണ്ട് നൂനിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിൽ വെളിവാക്കിക്കൊണ്ട് ഉച്ചരിക്കണം, പാരായണം ചെയ്യണം. ഇദ്ഗാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നൂനിനെ മറ്റൊരു വാക്കിലേക്ക് ഏത് അക്ഷരാണെന്ന് വരുന്നത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും. ആ അക്ഷരത്തിലേക്ക് എന്ത് ചെയ്യാണ്? ലയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നൂനിനെ പൂർണ്ണമായിട്ട് ലയിപ്പിക്കുന്നുണ്ട്, പാർഷ്യലായിട്ട് ലയിപ്പിക്കുന്നതുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ഗാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയിപ്പിക്കുകയാണ്, അതിലേക്ക് എന്ത് ചെയ്യാണ്? ലയിപ്പിക്കുന്നതാണ്. പിന്നെ ഇഖ്ഫ ആണ്. ഇഖ്ഫ എന്ന് പറഞ്ഞത് പിന്നെ എന്താ പറയുക? ഹൈഡ് ചെയ്ത് വെക്കുക, മറച്ച് വെക്കുക. അങ്ങനെ പിന്നെ മറച്ചു വെക്കുന്നതിനാണ് ഗോപ്യമാക്കുക, മറച്ചു വെക്കുക എന്നൊക്കെ പറയുന്നതാണ് ഇഖ്ഫ എന്ന് പറയുന്നത്. പിന്നെ ഇഖ്ലാബ് ഉണ്ട്. ഇഖ്ലാബ് ഇഖ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിമറിക്കുക. ഇൻകുലാബ് അതിൽ പെട്ടതാണ് ഇഖ്ലാബ് എന്ന്. കൽബ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന. അപ്പോൾ ഇഖ്ലാബ് ഉണ്ട്, മാറ്റണം. നൂനു സാക്കിന എങ്ങനെ മാറ്റണം, എന്ത് മാറ്റണം എന്നുള്ളത് ആ സമയത്ത് നമുക്ക് പഠിക്കാം. അതിൻ്റെ നൂനു സാക്കിന വ തൻവീൻ നമുക്കറിയാം. പിന്നെ അറബി ഭാഷയിൽ 28 ശബ്ദമുള്ള അക്ഷരങ്ങളാണുള്ളത്. അറബി ഭാഷയിൽ 28 ശബ്ദമുള്ള അക്ഷരങ്ങളാണ് അറബി ഭാഷയിലുള്ളത്. നമ്മൾ ഈ 28 അക്ഷരങ്ങൾക്ക് ശേഷം, അതായത് സുക്കൂനുള്ള നൂനോ തൻവീനിനോ ശേഷം, അതായത് നൂൻ സാക്കിന തൻവീന് കഴിഞ്ഞ് തുടൻ വരുന്നത് അത് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ 4 ഹുക്മുകളും വരുന്നത്. അതിൽ ഒന്നാമത്തെ ഹുക്മാണ് അൽ ഇൽഹാർ എന്ന് പറയുന്നത്. ഇൽഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമാക്കുക എന്നാണ്, ക്ലിയർ ആക്കിയിട്ട് ഉച്ചരിക്കുക എന്നാണ് അൽ ഇൽഹാറിൻ്റെ മാന. ഓക്കെ. ഏത് ഹർഫ് വരുമ്പോഴാണ് ഇൽഹാർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആരൊക്കെ കൈ പൊന്തിച്ചിട്ടുണ്ടോ? എന്താ സംശയമുണ്ടോ? 2 ആൾക്കാർ കൈ പൊന്തിച്ചതായിട്ട് ഇതിൽ കാണിക്കുന്നു. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, മൈക്ക് ഓൺ ചെയ്തിട്ട് ചോദിക്കാം. കൈ പൊന്തിച്ചാൽ ചിലപ്പോൾ ഞാൻ കാണൂല. ഓക്കെ. അപ്പോൾ സംശയം ഉണ്ടെങ്കിൽ മൈക്ക് ഓൺ ചെയ്ത് ചോദിച്ചാൽ മതി. നൂനു സാക്കിന വ തൻവീൻ, സുക്കൂനുള്ള നൂനിനോ തൻവീനിനോ ശേഷം
ഏതൊക്കെ ഹർഫുകൾ വന്നു കഴിഞ്ഞാലാണ് ഇൽഹാർ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞു 28 അക്ഷരങ്ങൾ. അറബി ഭാഷയിൽ 28 അക്ഷരങ്ങളാണുള്ളത്. അതിൽ നമുക്കിവിടെ പിക്ചറിൽ കാണാം 2, 4, 6 ഹർഫുകൾ. നൂനു സാക്കിന തൻവീന് ശേഷം 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ നൂനിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അറിയുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ഉച്ചരിക്കണം, പാരായണം ചെയ്യണം. ആ നൂന് വ്യക്തമാക്കിയിട്ട് പാരായണം ചെയ്യണം. ഒന്നാമത്തെ ഹർഫ് ഹംസയാണ്, രണ്ടാമത്തെ ഹർഫ് ഹ ആണ്, മൂന്നാമത്തെ ഹർഫ് ഐനാണ്, നാലാമത്തത് ഹ ആണ്, അഞ്ചാമത്തത് ഗൈനാണ്, ആറാമത്തത് ഖ ആണ്. ഓക്കെ, ഈ ഹർഫുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആരെങ്കിലും പറയൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹൽക്കിന്റെ അക്ഷരമാണ്. അതായത് എന്താണ്? നൂനു സാക്കിന വ തൻവീനിന് ശേഷം ഹൽക്കിന്റെ അക്ഷരം വരികയാണെങ്കിൽ അവിടെ അത് ഇൽഹാർ ചെയ്തോളണം എന്ന് ചുരുക്കം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോയി നോക്കാം. നൂനു സാക്കിന വ തൻ ഇൽഹാറിന്റെ ഹർഫുകളാണ്. ഓക്കെ, ഇതാണ് ഇൽഹാറിന്റെ ഹർഫുകൾ. ഹംസുൻ ഹ, ഐനുൻ ഹ, ഗൈനുൻ ഖ. ഇവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നൂനു സാക്കിന, സുക്കൂനുള്ള നൂന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇൽഹാർ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുക്കൂന നൂന് 2 രീതിയിൽ വരും. ഒന്ന് സുക്കൂൻ ഇട്ടിട്ടും വരും, ഒന്ന് സുക്കൂൻ ഇടാണ്ടി വരും. ഇവിടെ ഇൽഹാറിന്റെ കേസിൽ എങ്ങനെയാ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുക്കൂൻ ഇട്ടുകൊണ്ടാണ് വരിക. നൂനു സാക്കിനക്ക് സുക്കൂൻ ഉണ്ടാവും. അതേപോലെ നിങ്ങൾക്ക് പിന്നെ തൻവീൻ ആണെങ്കിൽ തൻവീൻ ബിൽ ഫത്ഹ, തൻവീൻ ബിൽ കസ്ര, തൻവീൻ ബിൽ ദമ്മ, ഇങ്ങനെയും വരും. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? തൻവീൻ ബിൽ ഫത്ഹയും കസ്രയൊക്കെ നിങ്ങൾ വന്നത് നോക്കി കൃത്യമായിട്ട് അട്ടിക്കിട്ടത് കാണും. തൻവീൻ ദമ്മ ആണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടും ഒന്ന് അങ്ങോട്ടും, 2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ രീതിയിലും എന്ത് ചെയ്യും നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ പറ്റും. അതായത് തൻവീൻ ബിൽ ദമ്മ 2 ദമ്മ ഇങ്ങനെ ഇട്ടുകയറ്റും വരും. അതേപോലെ ഫത്ഹ ആണ് കസ്ര ആയാലും ലേശം ഒന്ന് ക്രോസ് ആക്കിയിട്ട്, മുകളിലത് അട്ടിക്കിട്ടത് പോലെ ആണെങ്കിൽ ഇത് ലേശം ഒന്ന് തെറ്റിച്ചിട്ടാണ് ഇട്ടത്, ഇങ്ങനെയും വരാം. ഇപ്പൊ ഇൽഹാറിന്റെ കേസിൽ വരെ എങ്ങനെയാന്ന് പറഞ്ഞാൽ മുകളിൽ തന്ന രീതിയിലാണ്, ഈ രീതിയിലാണ് തൻവീനുകൾ കാണുക. അതായത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം ഇൽഹാറാണ്. നൂനിന് സുക്കൂനും നൽകിയിട്ടുണ്ടാവും. നൂനിന് സുക്കൂന് കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഉറപ്പിക്കുക അവിടെ ഇൽഹാറാണ്. തൻവീനും തൻവീൻ ബിൽ ഫത്ഹയും കസ്രയും ദമ്മയും ഇങ്ങനെയാണ് വരുന്നത്, അട്ടിക്കിട്ടമാതിരിയാണ് വരുന്നത്, അല്ലെങ്കിൽ തൻവീൻ ബിൽ ദമ്മ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടാണ് വരുന്നതെങ്കിൽ അവിടെയും അത് ഇൽഹാറാണ്. ഓക്കെ, അവിടെയും അത് ഇൽഹാറാണ്. ഓക്കെ ഉസ്താദേ, ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. നൂനു സാക്കിന വ തൻവീനാണ് നമ്മൾ എടുക്കുന്നത്. അത് 4 ഹുക്മുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. 4 ഹുക്മുകൾ പിന്നെ ഇൽഹാർ, ഇദ്ഗാം, ഇഖ്ഫാ, ഇഖ്ലാബ്, ഇങ്ങനെ 4 ഹുക്മുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഹുക്മാണ് അൽ ഇൽഹാർ എന്ന് പറയുന്നത്. ഇൽഹാർ സംഭവിക്കുന്നത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ടയുടെ അക്ഷരങ്ങൾ നൂനു സാക്കിന അല്ലെങ്കിൽ തൻവീന്, ഇതിന് ശേഷം തൊണ്ടയുടെ ഏതെങ്കിലും ഒരു അക്ഷരം വരികയാണെങ്കിൽ അവിടെ നൂൻ എന്താണ്? വ്യക്തമായിട്ട് പാരായണം ചെയ്യണം എന്നാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ ഇതാണ് ഇൽഹാർ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് സുക്കൂനുള്ള നൂന് സുക്കൂൻ ഇട്ടുകൊണ്ട് തന്നെ വരും ഇൽഹാറിന്റെ കേസിൽ. ഇപ്പൊ സുക്കൂൻ മീമിന്റെ ഇത് പഠിച്ചപ്പോൾ നമ്മൾ മീമിന് എന്താണ്? ഇൽഹാർ വരുന്നിടത്ത് സുക്കൂന് കൃത്യമാണ്, മറ്റോടത്ത് 2 സ്ഥലത്തും എന്തല്ല സുക്കൂന് നൽകിയിട്ടില്ല, സുക്കൂൻ ഇല്ലാത്ത മീമാണുള്ളത്. പക്ഷെ അത് സുക്കൂനുള്ള മീം തന്നെയാണ്. അപ്പോൾ ഈ അലാമത്ത് അങ്ങനെ മാറ്റിയിടാൻ കാരണം എന്താ പറഞ്ഞാൽ സുക്കൂന് വന്നിക്കണോ അവിടെ ഇൽഹാർ ആയിരിക്കണം. തൻവീനുകളാണെങ്കിൽ ഇങ്ങനെയാണ് വരിക, അട്ടിയിട്ട് വരും. തൻവീൻ ബിൽ ദമ്മ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് വരും. ചില കേസിൽ ഇങ്ങനെ കാണുന്നത് എന്താണ്? അവിടെ ഇൽഹാർ അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫത്ഹത്തൈൻ ലേശം ഒന്ന് തെറ്റിച്ച് വിട്ടത്, നേരെ അട്ടിയിടാണ്ട് ലേശം ഒന്ന് അങ്ങോട്ട് ഇട്ടത്. അതായത് ദമ്മത്തൈൻ അതെന്ത് ചെയ്തിട്ടുണ്ട്? 2 ദമ്മയായിട്ട് എഴുതിയതും അതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഓരോ ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ അത് മനസ്സിലാക്കാം. ഇവിടെ പറയുന്ന എന്താണ്? തുൽഹറു നൂനു സാക്കിന അവി തൻവീൻ ഇദാ അതാ ബഅദഹുമാ ഹർഫു മിൻ ഹറുഫിൻ അൽ ഹൽക്ക് സിത്ത. തൊണ്ടയുടെ തുൽഹറു നൂനു സാക്കിന, ഇത് ഇൽഹാർ ചെയ്യണം. നൂനു സാക്കിന തൻവീനും ഇതാ അത്തഹ വന്നു കഴിഞ്ഞാൽ ബഅദഹുമ അതിനുശേഷം ആര്? നൂനു സാക്കിന തൻവീനു ശേഷം ഹർഫു മിൻ ഹറുഫിൻ അൽ ഹൽക്ക്,
തൊണ്ടയുടെ അക്ഷരങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. വഹിയ ഹംസത്ത്, ഹംസ, ഹാ, ഐന്, ഹ, ഗൈന്, ഖ. ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൽ പറഞ്ഞിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. അതായത് നൂനു സാക്കിന തൻവീനു ശേഷം തൊണ്ടയുടെ അക്ഷരം വന്നു കഴിഞ്ഞാൽ എന്തായി? തൊണ്ടയിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നു കഴിഞ്ഞാൽ അത് ഇൽഹാർ ചെയ്യണം എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്കൊരു ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വേഗം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഹംസ കാരണം വരുന്നതിൻ്റെ ഒരു ഉദാഹരണം നമുക്ക് നോക്കാം, പാരായണം ചെയ്യാം. وَأَمَّا مَنْ آمَنَ وَعَمِلَ صَالِحًا فَلَهُ جَزَاءً الْحُسْنَى وَسَنَقُولُ لَهُ مِنْ أَمْرِنَا يُسْرًا مَنْ آمَنَ എന്നൊന്നും പറയാൻ പാടില്ല. മൻ നൂന് ക്ലിയർ ആയിരിക്കണം. മിൻ അംറിന, മിൻ അംറിന, മിൻ അംറിന, മൻ ആമന, മിൻ അംറിന. മീം കസ്ര മീ, നൂൻ സാക്കിന മുൽഹറ ഖബ്ലൽ ഹംസിൽ മഫ്തൂഹ മിൻ ആ, മീം സാക്കിന മുൽഹറ ഖബ്ലൽ റാഇൽ മക്സൂറ റാഇൽ മക്സൂറ മുറക്കക. أمري من أمري نون فتحة ألف مد طبيعي حركتان أمرنا من أمرنا. ഓക്കെ. മൻ ആമന ആണെങ്കിൽ മീം ഫത്ഹ മ, നൂൻ സാക്കിന മുൽഹറ ഖബ്ലൽ ഹംസിൽ മഫ്തൂഹ, പിന്നെ അലിഫ് മദ് ബദൽ മദ് ത്വബഈ ഹർക്കത്താൻ. ഒരു പുതിയ മദ്ദാണ്, പിന്നീട് പഠിക്കാനുള്ളതാണ്. മദ് ത്വബഈ ഹർക്കത്താൻ. മൻ മീം ഫത്ഹ മ ആമ, നൂൻ ഫത്ഹ ന, മൻ ആമന. ഓക്കെ. ഇനി തൻവീനിൽ നമുക്ക് ഹംസ വരുന്നതൊന്ന് നോക്കാം. യംഹഖുല്ലാഹു റിബ വയുർബി സ്വദഖാത്ത് വല്ലാഹു ലാ യുഹിബ്ബു കുല്ല കഫാരിൻ അസീം. കഫാരിൻ അസീം, കഫാരിൻ أراء تنوين بالكسرة مرككة مظهرة قبل الهمز المفتوحة قبل الألف همزة فتحة എന്നും പറയാം. എളുപ്പത്തിന് ഹംസനെ ഒഴിവാക്കിയാണ്. എല്ലാം കൂടി പറയുമ്പോൾ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹംസനെ അലിഫിനെ മാറ്റി വെച്ചാട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെ പറയാറുണ്ട് കഴിഞ്ഞാൽ ക ഫത്ഹ ക ഫ ഷദ്ദ ഫത്ഹ അലിഫ് മദ് ത്വബഈ ഹർകതാൻ കഫ റ തൻവീൻ ബിൽ കസ്ര മുറക്കക മുൽഹറ മുറക്കക. അത് തർക്കിക്കുവാണ്, പിന്നെന്തുവാണ്? മുൽഹറിയാണ്, മുറക്കക്കിയാണ്, മുൽഹറിയാണ്. കഫാരിൻ എന്നാണ് വരിക, രീൻ രീൻ. അപ്പോൾ റ തൻവീൻ ബിൽ കസ്ര മുറക്കക മുൽഹറ ഖബ്ലൽ അലിഫ് ഹംസ ഫത്ഹ അല്ലെങ്കിൽ ഖബ്ലൽ ഹംസിൽ മഫ്തൂഹ എന്നും പറയാം. അപ്പോൾ കഫാരിൻ ത കസ്ര യ മദ് ത്വബഈ ഹർകതാൻ അസീ മീം തൻവീൻ ബിൽ കസ്ര അസീമിൻ കഫാരിൻ അസീമിൻ എന്ന് അസീം എന്ന് നിർത്താൻ നമ്മൾ അവിടെ എത്താത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഓക്കെ. ഹംസയുടെ ഒരു ഉദാഹരണമാണ്. ഇനി ഹാഇന്റെ ഉദാഹരണം നോക്കാം. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി വമൻ യുദ്ലിലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്. മീം കസ്ര മീ, നൂൻ സാക്കിന മുൽഹറ ഖബ്ലൽ ഹാഇൽ മഫ്തൂഹ അലിഫ് മദ്. മദ്ദിൻ്റെ ഇതങ്ങനെ പറഞ്ഞു പോകണം കേട്ടോ, അപ്പം ഞാനത് പറയുന്നില്ല. അപ്പം മിൻഹ മിൻഹ. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഇതിലേക്ക് നോക്കുകയാണ്. കൗമിൻഹ കൗമിൻ. ഇവിടെ മിൻഹ പറഞ്ഞ പോലെ കൗമിൻ. വലികുല്ലി കൗമിൻ ഹാദ് فتحة مفخمة قا وسكون قو ميم تنوين بالكسرة مظهرة قبل الهاء المفتوحة ألف مد داش قوم هاد. ഓക്കെ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. ഓക്കെ. അടുത്തത് ഐൻ. ഐനിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം.
ഐനിൻ്റെ ഉദാഹരണത്തിൽ എന്താണ് വരുന്നത് എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ വർക്ക് വരാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വർക്ക് തരും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിന്നെ ഒരു വലിയൊരു വർക്ക് തരാനുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ എന്ത് ചെയ്തു തരും, അതിൻ്റെ ഒരു സാമ്പിൾ ഇതിൽ കാണിച്ചു തരും. പിന്നെ അതിൻ്റെ ഇത് മാത്രം നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങളത് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാനിത് കംപ്ലീറ്റ് ഞാൻ പറഞ്ഞു തരാം. അതിന് ശേഷം ഓക്കെ, ആരെങ്കിലും പാരായണം ചെയ്യണോ ഈ ആയത്ത്? സലാം കാ പാരായണം ചെയ്തോളൂ. يا بني إسرائيل اذكروا نعمتي التي أنعمت عليكم وأني فضلتكم على العالمين. ഓക്കെ, വെരി ഗുഡ്. പിന്നെ അവിടെ എന്തോ ഒരു ഇത് ഫസ്റ്റ് ലൈനിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, അൻഅംത എന്നാണ്. അൻഅംത അലിഫ് ഹംസ ഫത്ഹ നൂൻ സാക്കിന മുദ്ഹറ ഖബ്ല ഐനിൽ മഫ്തൂഹ മീം സാക്കിന മുദ്ഹറ ഖബ്ല താഇൽ മദ്മൂമ അൻഅംതു. ഓക്കെ, ഇനി അടുത്ത പിന്നെ തൻവീനിൽ വരുന്നത് നോക്കാം. ആരാ പാരായണം ചെയ്യുന്ന? ഒരാൾ പാരായണം ചെയ്തോളൂ. ആരുല്ലേ? ഞാൻ പാടിക്കോളാം. يا أيها الذين آمنوا لا تقدموا بين يدي الله ورسوله واتقوا الله إن الله سميع عليم. سميع عليم. عين تنبين بالضمة مظهرة قبل العين المفتوحة. سميع عليم. عين تنبين بالضمة مظهرة قبل العين المفتوحة. اوكي, അടുത്ത വാക്ക് നോക്കാം. ഹ ആണ്. فصلي لربك وانهر وفتحة وهمزة وصل تسكت وصلا نون ساكنة مظهرة قبل الحاء المفتوحة وانحر سكون وانحر فصلي لربك وانحر. അടുത്തത് നോക്കാം. فضلا من الله ونعمة والله عليم حكيم. عليم ميم تنوين بالضمة مظهرة قبل الحاء المفتوحة عليم حكيم. ഓക്കെ, അടുത്തത് ഗൈൻ. ആരോ പാരായണം ചെയ്തോ? മൈക്ക് തുറന്നു വെച്ചിരിക്കുന്നല്ലോ. ആരോ പാരായണം ചെയ്യണ്ടോ? ആരുല്ലേ? فسينغضون إليك رؤوسهم ويقولون متاه قل عسى أن يكون قريبا. فسينغضون نون ساكنة مظهرة قبل الغين المكسورة فسينغضون. പിന്നെ وأن لو استقاموا على الطريقة لأسقيناهم ماء غدقا. همزة تنوين بالضمة مظهرة قبل الغين المفتوحة مفخمة. ഇത് തഹജ്ജ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. എങ്ങനെ എവിടെ തുടങ്ങണമെന്ന് പറഞ്ഞാൽ ميم ساكنة مدغمة في الميم المفتوحة بغن حركتين ألف مد متصل واجب 5 حركات. همزة تنوين بالفتحة مظهرة قبل الغين المفتوحة مفخمة. لأسقيناهم ماء غدقا.
അത്രയും പറയണം. അതൊന്നായിട്ട് മീം സാക്കിനോട് ചേർത്ത് അടുത്ത മീം വരുന്നു, ആ മീമിന് അലിഫ് മദ് ഉണ്ട്. അപ്പോൾ അലിഫ് മദ് മുത്തസിൽ വാജിബായി മാറി. പിന്നെ അതിന്റെ കാരണം പറയുമ്പോൾ ഹംസയാണ്. ഹംസക്ക് തെൻവിൻ ബിൽ ഫത്ത് ഉണ്ടായതുകൊണ്ട് മറ്റേത്. അപ്പോൾ മൊത്തത്തിൽ പറയണം. ഓക്കെ, ആരോ മൈക്ക് ഓൺ ആക്കിയിട്ടിരിക്കണല്ലോ. ആർക്കാ ഓതണോ? ആരോ മൈക്ക് ഓൺ ആക്കിനല്ലോ. ഓതണമെങ്കിൽ ഓതിക്കോളൂ കേട്ടോ. ഓക്കെ, ആരും പറയുന്നില്ല. ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ. അപ്പോൾ മിൻ ഖൈരിൻ എന്നാണ്. മിൻ ഖൈരിൻ, മീം കസ്ര മി, നൂൻ സാക്കിന മുഹറ, ഖബലൽ ഖാഇൽ മഫ്തൂഹ മുഫഖമ. മിൻ ഖൈരിൻ ഫഖീർ. ഓക്കെ, അപ്പോൾ അടുത്തത് ഖാലു തിൽക ഇദൻ ഖറത്തുൻ ഖാസിറ. തുൻ ഖാ, തുൻ ഖാ. തൻവീൻ ബിൽ ളമ്മ മുൽഖറ ഖബലൽ ഖാഇൽ മഫ്തൂഹ മുഫഖമ, അലിഫ് മദ് മുഫഖമ, മദ് തബഈ ഹർകതൻ. ഖറത്തുൻ ഖാസിറ. ഓക്കെ, ഇത് നിങ്ങൾ ആരോ ഒരാൾ പാരായണം ചെയ്യണം. ഞാൻ പേര് വിളിക്കുന്നില്ല. ഉസ്താദ് ഓതിക്കോളൂ. അല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സംഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവഹ വലഹും അദാബുൻ അളീം. ഓക്കെ, വെരി ഗുഡ്. അവിടെ ഉസ്താദ് അവിടെ പിന്നെ അദാബുൻ അളീമുൻ എന്നുള്ള അത് ഇപ്പൊ പറഞ്ഞ നിയമം ഒന്ന് പറയാൻ പറ്റുമോ താജി? പെട്ടെന്നാവൂലേ ഉസ്താദ്, ഇപ്പൊ ഞാൻ തിരക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ചോദിച്ചതേ ഉള്ളൂ, പ്രശ്നമില്ല. നേരെ തൻവീൻ ഐൻ ഫത്ഹ അത്ര വേറെ നോക്കൂ ഉസ്താദ്. ദാൽ ഫത്ഹ അലിഫ് മദ് തബഈ ഹർകതൻ അദാ ബ തൻവീൻ ബിൽ ളമ്മ മുൽഹറ ഖബല അൽ ഐനിൽ മഫ്തൂഹ. ഇൻഷാ അല്ലാഹ് അത് പഠിക്കാം. ഞാൻ കുറച്ച് തിരക്കുണ്ട്. ഓ, കുഴപ്പമില്ല. ഓക്കെ, വേറെ പിന്നെ ഇതിന്റെ ഇടയിൽ ആരോ ഒന്ന് പറയും. ഞാൻ പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് പാരായണം ചെയ്യൂ. في قلوبهم مرض فزادهم الله مرضا ولهم عذاب عليم بما كانوا يكذبون. സുൽഫത്ത്, ആരെങ്ങളെ പേരെന്തെഞ്ഞു? എന്റെ പേര് ഷൈബ എന്നായിരുന്നു. ഷൈബത്ത. ഓക്കെ, ഷൈബത്ത, പേര് മാറിപ്പോയത്. മഖ്റജ് ഒന്നും കൂടി ശരിയാക്കാൻ കേട്ടോ. മറലുൻ അല്ല, മറദാദാണ്. ദാദ് ട്ടോ. ഓക്കെ ഇൻഷാ അല്ലാഹ്. തഹജ്ജി ചെയ്യാൻ പറ്റുമോ? തഹജ്ജി ഐൻ ഫത്ഹ അ ذا ഫത്ഹ അലിഫ് മദ് തബഈ ذا അദാ ബാ തൻവീൻ ബിൽ ളമ്മ ഖബലൽ മുൽഹറ ഖബലൽ മുൽഹറ ഹംസിൽ മഫ്തൂഹ ലാ ഫത്ഹ ലാ കസ്റ ലി യാ മദ് തബഈ ഹർകതൻ അലി. അവിടുന്ന് അങ്ങോട്ടുള്ള പഠിച്ചിട്ടില്ല, അത് മാത്രം പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, അൽഹംദുലില്ലാഹ്. ഓക്കെ, ഇനി നമ്മൾക്ക് നിങ്ങളെ ഈ ഒരു തഹജ്ജി വേണമെങ്കിൽ എഴുതിയെടുത്തോളൂ. ഇതാണ് വയൻ ഔന എന്നുള്ള നൂൻ സാക്കിന മുൽഹറ ഖബലൽ ഹംസിൽ മഫ്തൂഹ. എഴുതിയെടുത്തോളൂ. ആരൊക്കെ മൈക്ക് ഓണാക്കി വെക്കുന്നുണ്ടല്ലോ. ആരാ മൈക്ക് ഓണാക്കുന്നത്? മൈക്ക് ശബ്ദങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. നിങ്ങളെ ശബ്ദമൊക്കെ ഇവിടെ കേൾക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളറിയില്ല. നിങ്ങൾ വീട്ടിൽ സംസാരമൊക്കെ നമ്മളിവിടെ കേട്ടുകൊണ്ട് എല്ലാവരും കേൾക്കും. ഇവിടെ മൈക്ക് ഓഫാക്കി എല്ലാവരും. വയൻ ഔന എന്നുള്ളതിന്റെ നൂൻ സാക്കിന മുൽഹറ ഖബലൽ ഹംസിൽ മഫ്തൂഹ.
യൻ അ വാ സുക്കൂൻ യൻ ഔ നൂൻ ഫത്ഹാന വയൻ ഔന. എഴുതിയെടുത്തോളൂ. എഴുതിയെടുത്ത് കഴിഞ്ഞാൽ പറഞ്ഞോളൂ. ഏകദേശം അവസാനത്തിലേക്ക് അവസാനിപ്പിക്കാനായിട്ടുണ്ട്. അവസാനം പറയുന്നത് എന്തിനാ? എൻ ആണോ? അത് പറയണ്ട, അങ്ങനെയാണല്ലോ. താഴത്ത് എഴുതി വെച്ചാൽ എന്താണ്? അല്ല വയൻ ഔന എന്നാണല്ലോ ആ ഒരു പിന്നെ വാക്ക്. അപ്പൊ നമ്മൾ നൂൻ സാക്കിന മുൽഹറ കബലൽ പിന്നെ ഹംസിൽ മഫ്തൂഹ പറഞ്ഞു കഴിഞ്ഞാൽ യാ കൂട്ടി പറയണം. യാ യൻ അ, പിന്നെ വാ സുക്കൂൻ അടുത്തത് ചേർക്കണം. ഈ ഭാഗം മാത്രം പറഞ്ഞിട്ടുള്ളൂ യൻ അ. മനസ്സിലായില്ല? എന്തോ കൺഫ്യൂഷൻ ഉണ്ടോ അതില്? ഇല്ല ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായി. പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിരുന്നു. വാവ് എന്ന് പറഞ്ഞ ശരിക്കും ജോയിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ തഹജി ചെയ്യുന്ന സമയത്ത് വാ ഫത്ഹ വാ അതവിടെ വെക്കുക. പിന്നെ യാ നൂൻ സാക്കിനിന്റെ പറയാ യൻ, അല്ലാണ്ട് വ യൻ ആ എന്ന് പറയണ്ട. അപ്പൊ വാവിനെ മാറ്റി വെച്ച്. അതുകൊണ്ടാണ് താഴെ വരുന്ന സമയത്ത് സുക്കൂനുള്ള അക്ഷരത്തിന് തുടക്കത്തിൽ പറയാൻ പാടില്ല. അപ്പൊ യൻ ആ എന്ന് പറഞ്ഞു എഴുതിയത്, താഴത്തെ എഴുതിയത് അതുകൊണ്ടാണ്. ഓക്കെ, എഴുതി കഴിഞ്ഞാൽ പറയണേ. എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇത് യൻ ഹ ആണ്. നേരത്തെ യൻ അ ആണെങ്കിൽ ഇത് യൻ ഹ വ യൻ ഹൗന. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൂൻ സാക്കിന മുളറ കബലൽ ഹ ആയിട്ട് മാറുന്നു. ഹംസക്ക് പകരം ഹ ആയിട്ട് മാറുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാ ഹർഫുകളും ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇനി നമ്മൾ നിങ്ങൾക്കുള്ള വർക്കിലേക്ക് പോവാണ്. വർക്കിലേക്ക് പോകാൻ പറഞ്ഞാൽ ഇങ്ങനെ 2 കോളം ഉണ്ടാക്കുകയാണ്. നിങ്ങൾ 2 കോളം ഉണ്ടാക്കിയിട്ട് പിന്നെ എന്താണ് ഹുറൂഫുൽ ഇൽഹാർ അല്ലെങ്കിൽ ഹർഫു അൽ ഇൽഹാർ, പിന്നെ ഇൽഹാറിൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഹംസഹ, ഈ പിന്നെ നൂനു സാക്കിന തൻവീന് ഇൽഹാർ സംഭവിക്കുന്ന ഹർഫുകൾ ഇങ്ങനെ കുത്തനെ എഴുതാം. എന്നിട്ട് ഹംസക്ക് ഒരു ഉദാഹരണം, ഹാഇനൊരു ഉദാഹരണം, ഐനിനൊരു ഉദാഹരണം, ഹാഇനൊരു ഉദാഹരണം, വായിൻ ഹ, ഇങ്ങനെ ചാർട്ടാക്കിയിട്ട് എഴുതണം. ഞാൻ നിങ്ങൾക്ക് ഈ സാധനം മാത്രം ഇടും, വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം. രണ്ടാമത്തത് സെയിം അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇൽഹാറിന്റെ ഹർഫുകൾ എഴുതുക. എന്നിട്ട് മാ അന്നൂൻ ഫി കലിമത്തൈൻ, ഇവിടെ എന്താണ് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂൻ ഫി കലിമത്ത്, ഒരു വാക്കില് നൂന് സാക്കിന വന്നതാണ്. ഇവിടെ 2 വാക്കില് ഫമൻ അസ്ലമ ഇൻ ഹാദ മിൻ അലഖിൻ. ഓക്കെ, ഇത് 2 എണ്ണാണ്. ഇത് പെട്ടെന്ന് ഞാൻ വിടുന്ന എന്താന്ന് പറഞ്ഞു, പെട്ടെന്ന് മാറ്റുന്ന എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ സെയിം എന്താണ് മാ തൻവീനിൽ വരുമ്പം ഉള്ളത് ഏത്, ഓരോ ഹർഫിനും നൂനുസാക്കിനയിലും തൻവീനിലും വരുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ ചാർട്ട് ചെയ്ത് എഴുതേണ്ടത്. പിന്നെ ഒന്ന് ഇങ്ങനെ എഴുതണം. എങ്ങനെ നൂനു, അല്ലെങ്കിൽ ഇങ്ങനെ മൊത്തത്തിൽ എഴുതിയാലും മതി. ഈ 3 എണ്ണത്തിന് ഒന്നായിട്ട് ക്രോഡീകരിച്ച് എഴുതിയതാണ് അല്ല ഈ ഒരു ചാർട്ട്. ഇങ്ങനത്തെ ഈ ചാർട്ട് തരാം. ഈ ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ എഴുതുക. എന്നിട്ട് നൂൻ മാ ഒരു കലിമത്ത്, ഒരു വാക്കിൽ വന്ന നൂനുസാക്കിനന്റെ ഉദാഹരണങ്ങൾ എഴുതുക. രണ്ടാമത്തത് നൂനു ഫി കലിമത്തേൻ, നൂന് അവസാനത്തിലും അടുത്ത പിന്നെ ഇൽഹാറിന്റെ ഹർഫ് വേറൊന്നിലായിട്ട് വരുന്ന അടുത്ത കള്ളിയിൽ മാ തൻവീനിൻ്റെതും എഴുതണം. ഇത് നിങ്ങൾക്ക് ഉള്ള ഹോംവർക്കാണ്. ഞാനത് അതിൻ്റെ സ്ലൈഡ് മാത്രം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരുന്നുണ്ട്, അയച്ചു തരുന്നുണ്ട്. ഈ സ്ലൈഡൊന്നും നിങ്ങളെ PDF ഞാൻ അയച്ചും തരൂല. ഇപ്പോഴത്തെ 3 എണ്ണം PDF നിങ്ങൾക്ക് കിട്ടൂല. PDF പിന്നെ അതില്ലാതാണ് തരിക. നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഗ്രൂപ്പുകളിൽ വളരെ ഇതാണ്, നിർജീവമാണ്. അവസാനത്തെ ദിവസമൊക്കെ കുറേ തട്ടിപ്പടിക്കലും ഫസ്റ്റ് ദിവസം ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത ആൾക്കാരെ പ്രസന്റ് ഇടലും ഇത് മാത്രമേ നടക്കുന്നുള്ളൂ. വേറെ ക്ലാസ്സുകളൊന്നും നടക്കുന്നില്ല. അതിനൊക്കെ പുറമെ ഇപ്പോൾ ആളുകളെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം പിന്നെ എന്നൊക്കെ അറിഞ്ഞിട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഓരോരുത്തരെ പേര് വിളിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പം പഠിക്കാം. നമ്മൾ കൂടുതൽ വിശുദ്ധ ഖുർആൻ പാരായണമാണ്. അപ്പം അതിൻ്റെതായ സീരിയസ്. എക്സാം ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. നോമ്പൊക്കെ കഴിഞ്ഞിട്ട് നോമ്പ് കഴിഞ്ഞിട്ടാ. അപ്പം ആ രീതിയിൽ നിങ്ങൾ പഠിക്കുക ആവട്ടെ. പിന്നെ ഇതേപോലെ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. രോഗം പലതരത്തിലാണ്. ക്യാൻസർ പോലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പിന്നെ നമ്മളുണ്ട് രോഗമുണ്ട്. പിന്നെ മാനസികമായിട്ട് പ്രയാസങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, പിന്നെ സാമ്പത്തിക പ്രയാസങ്ങൾ, അങ്ങനെ ഒരുപാട്
വീടില്ലാത്തൊരു വിവാഹപ്രായം എത്തിയിട്ട് അത് നടക്കാത്ത, അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒരുപാട് ഓരോ ആളുകളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാൻ കഴിയുക. നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എളുപ്പത്തിൽ നീക്കി അവർക്ക് സുഖവും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി മുന്നേറാനും അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഉസ്താദിൻ്റെയും കുടുംബത്തിൻ്റെയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അല്ലാഹു എളുപ്പത്തിൽ നീക്കി കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ഖബറിടങ്ങൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയൊക്കെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്ത് പ്രയാസങ്ങൾ വരുമ്പോഴും അതിനെ ക്ഷമയോടുകൂടി തരണം ചെയ്യാനുള്ള ആ ഒരു സബർ അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.